മെഡിറ്റേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ചെയറിലിരുന്നാലും മതി, എവിടെ ഇരുന്നാലും നമ്മുടെ നട്ടൽ നിവർന്നിരിക്കണം. ഇപ്പോൾ താഴെ ഇങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കാത്തൊരവസ്ഥ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എവിടെ ഇരുന്നാലും നട്ടൽ നിവർക്കാൻ നിങ്ങൾ മാത്രം ഓർക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണം. പിന്നെ വാമപ്പ് കഴിഞ്ഞും മെഡിറ്റേഷൻ ചെയ്യാം, വാമപ്പിന് മുമ്പും മെഡിറ്റേഷൻ കിട്ടാനുള്ള ഒരു മെഡിറ്റേഷനാണ് നമ്മുടെ മെഡിറ്റേഷൻ. അത് നിവർന്നിരിക്കുക, ശ്വാസം നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നു, പതുക്കെ എക്സൈൽ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്, നമ്മൾ ശ്വാസം എടുക്കുമ്പം നമ്മുടെ മനസ്സിൽ നല്ല കാര്യം ചിന്തിക്കണം, ശ്വാസം വിടുമ്പം നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് കാര്യങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഒന്നുകൂടെ നിവർന്നിരുന്നു, ശ്വാസം ഒന്ന് എടുത്തു, നട്ടൽ നിവർക്കാൻ ഓർക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാനും എൻ്റെ ഫാമിലിയും ഏറ്റവും സന്തോഷത്തിനാണ്, ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഭാഗ്യങ്ങളുണ്ട്, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നു, അസുഖങ്ങളില്ല, നല്ല ഒത്തൊരുമയാണ്, ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ എപ്പോഴും ഒരു സ്നേഹം നിറഞ്ഞൊരു ഫാമിലി ലൈഫും നമ്മുടെ ഓഫീസാണേലും മക്കളുടെ സ്കൂളാണേലും എവിടെ നമുക്കൊരു നല്ല സമാധാനം കിട്ടുന്നതായിട്ട് മനസ്സിൽ കാണുക. ശ്വാസം പുറത്തോട്ട് വിടുക. ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നമുക്ക് നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം പോകുന്നു, ടെൻഷൻ പോകുന്നു, ഒറ്റപ്പെടൽ പോകുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയെല്ലാം മാറി നല്ലൊരു സന്തോഷത്തിലും സൗഭാഗ്യത്തിലും വരുന്നതായിട്ട് മനസ്സിൽ കാണുക. വീണ്ടും നിവർന്നിരിക്കുക, ശ്വാസം നന്നായിട്ടൊന്ന് ഹോൾഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഓരോ ദിവസവും നല്ല റിക്കവറായിട്ട് വരുന്നു, ക്യാഷ് ബാലൻസ് ഉണ്ട്, ജോലിയിൽ ഉയർത്തി വരുന്നു, മക്കൾ ജോലിയിലാണേലും അവരുടെ ഫാമിലി ലൈഫാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നു. അതുപോലെ നമുക്ക് ഒരുപാട് ഇടത്തുനിന്ന് നല്ല സഹായങ്ങൾ കിട്ടുന്നു. പിന്നെ നമുക്കും ഇങ്ങനെ സഹായങ്ങളൊക്കെ കിട്ടുന്നത് നമ്മുടെ പ്രപഞ്ചശക്തികളുടെയും അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അവർക്കൊരു പ്രത്യേകം നന്ദി പറയണം. അതോടൊപ്പം നമ്മൾ ചേർന്നിരിക്കുന്നവർക്ക് നന്ദി പറയുക. പിന്നെ നമ്മളെ നല്ല രീതിയിൽ ആക്കുന്ന ദൈവത്തിന് ഒന്നുകൂടെ നന്ദി പറയുക. ശ്വാസം പതുക്കെ പുറത്തോട്ട് വിടുമ്പം നമ്മളുടെ അസുഖങ്ങൾ പോണു, ടെൻഷൻ പോണു, നമുക്ക് ജോലിയിലും ബിസിനസ്സിനുള്ള തടസ്സങ്ങളൊക്കെ മാറി നമ്മൾ നല്ല സന്തോഷത്തിലും സമൃദ്ധിയിലും ഉള്ള ഒരാളായതാണെന്ന് വിശ്വസിക്കുക. വീണ്ടും നിവർന്നിരിക്കുക, ശ്വാസം നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ശ്വാസം ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എല്ലാം തരുന്നൊരു അവസ്ഥയാണ്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ളത് നമ്മൾ ആരെയും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ദൈവം നമ്മളെല്ലാം നല്ല വഴിയെ നടത്തുന്നു, നല്ല സൗഭാഗ്യങ്ങൾ തരുന്നു. ആ ഒരു സന്തോഷം മനസ്സിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ നെറുകയിൽ ഒരു ഗോൾഡൻ എനർജി വന്ന് അറിയുന്നതായിട്ട് കാണുക. ആ നമ്മുടെ ഓരോ ബോഡി പാർട്ടിലും ഓരോ സെല്ലിലും അതിൻ്റെ ഒരു പ്രസൻസ് വരുന്നു. ആ തിളക്കം നമ്മുടെ ഫുൾ ബോഡിയിൽ നിറയുന്നതായിട്ട് കാണുക. ആ ഒരു തിളക്കത്തിൽ സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുന്നു. ശ്വാസം പതുക്കെ പുറത്തോട്ട് വിടുമ്പോൾ നമ്മളിൽ ആ തിളക്കം, സന്തോഷം, സമാധാനം എല്ലാം നമ്മുടെ വീട്, ഓഫീസ്, മക്കള്, നമ്മൾ ചേർന്നിരിക്കുന്നവർക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ട് മനസ്സിൽ കാണുക. ആ സന്തോഷത്തിൽ നമ്മൾ ഒന്നുകൂടി ഇരുന്നിട്ട് ദൈവത്തിന് ഒന്നുകൂടെ നന്ദി പറഞ്ഞിട്ട് ആ ഒരു ഗോൾഡൻ എനർജിയുടെ പ്രഭയിൽ സന്തോഷത്തോടെ കണ്ണു തുറക്കുക. ഒന്നുകൂടെ ദീർഘശ്വാസം എടുക്കുന്നു, പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടുന്നു. നമ്മൾ മെഡിറ്റേഷൻ നിർത്തുവാണ്. ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഞാനിതൊരു ഡെമോ പോലെ പറയണം. നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഒരു 10 പ്രാവശ്യം ഇത് സ്ഥിരം കേട്ട് കഴിയുമ്പം ഇതിനകത്ത് നിങ്ങളുടെ ഒരു വിഷൻ എന്നാന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഇത് പറയുമ്പം അത് സക്സസ് ആയി പെട്ടെന്ന് നടക്കുന്നതായിരിക്കും. എപ്പോഴും ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ ഇത് പഠിക്കുക, കറക്റ്റ് ചെയ്ത് നോക്കുക. താങ്ക് യു.